ഡൽഹിയിൽ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് SFIയുടെ നേതൃത്വത്തിലുള്ള സമരത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാരിക്കേഡിന് മുകളിൽ പ്രവർത്തകരുണ്ട്. ജലപീരങ്കി പ്രയോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. സംസ്ഥാന വ്യാപകമായി തന്നെ വിദ്യാർത്ഥി സംഘടനകൾ ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധയിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, അതിൽ കോട്ടയത്ത് നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കുള്ള SFIയുടെ മാർച്ച്. അഖിൽ ചേരുന്നു. അഖിൽ പറയൂ. റോഷിനി, വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ്. അതായത് 1000-ലധികം വരുന്ന വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അത്രത്തോളം വലിയൊരു പ്രതിഷേധമാണ് SFIയുടെ ഭാഗത്തുണ്ടാകുന്നത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിഷേധത്തിനായി SFIയുടെ പ്രവർത്തകർ ഇരമ്പിയെത്തുന്ന ഒരു കാഴ്ചയായിരുന്നു ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക്. ഈ പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ ഒരു ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീട് രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഈ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറിയതാണ് വലിയ പ്രതിഷേധത്തിലേക്ക് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്ന കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ ഏകദേശം ഒരു 3 മിനിറ്റിലധികം നേരം തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ ഒരു തരത്തിലും പ്രവർത്തകരെ പിറകോട്ട് മാറ്റാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഒന്നോ രണ്ടോ പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുകളിൽ കയറിയവർ ഈ ജലപീരങ്കിയുടെ പ്രയോഗത്തിന്റെ ശക്തിയിൽ താഴേക്ക് വീഴുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ പോലീസ് പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങാൻ SFI പ്രവർത്തകർ താഴേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെടുകയാണ്. പക്ഷേ ഒരു തരത്തിലും പ്രവർത്തകർ അതിന് വഴങ്ങുന്നില്ല എന്നുള്ളതിനാണ്. ബാരിക്കേഡ് മറച്ചിടാനുള്ള ഒരു ശ്രമവും പ്രവർത്തകരുടെ ഭാഗത്തും തുടർച്ചയായി ഉണ്ടാകുന്നു എന്നതാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഐക്യദാർഢ്യവും ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ. ഡൽഹിയിൽ നടക്കുന്ന CJP പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള SFI പ്രവർത്തകർ എത്തിയിട്ടുണ്ട് എന്നുള്ള 100 കണക്കിന് പ്രവർത്തകർ ഈ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചിന് മുൻപിൽ ബാരിക്കേഡ്, അതായത് ഈ കോട്ടയം നഗരസഭയ്ക്ക് തൊട്ട് മുൻപിലായിട്ടാണ് ഈ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് ഈ പ്രവർത്തകരെ തടഞ്ഞു നിർത്തിയത്. ആ തടഞ്ഞു നിർത്തൽ ഒരു പരിധിവരെ വിജയിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പ്രവർത്തകർക്ക് ഈ ബാരിക്കേഡ് മറച്ചിടാനോ തകർക്കാനോ സാധിച്ചിട്ടില്ല. അത് തകർക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തും ആവർത്തിച്ചുണ്ടാകുന്നു എന്നുള്ളതാണ്. പക്ഷേ 2 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ അടങ്ങുന്നില്ല, അല്ലെങ്കിൽ പ്രവർത്തകരുടെ ഉള്ളിലേക്ക് കടക്കാനുള്ള ശ്രമത്തെ നിന്നും ഒരു അടി പോലും പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. 100 കണക്കിന് പ്രവർത്തകർ ഇതിനു മുൻപിൽ ഇപ്പോഴും തടിച്ചുകൂടി നിൽക്കുകയാണ്. അതായത് ബാരിക്കേഡിന് ഒരു വശത്ത് SFI പ്രവർത്തകരും മറ്റൊരു വശത്ത് പോലീസും തമ്പടിച്ച് നിൽക്കുന്നു, പരസ്പരം തങ്കടിച്ച് നിൽക്കുന്നു. പരസ്പരമുള്ള പോൽവെടിയും കൊടികളും അടക്കം ഈ പോലീസിന് നേരെ വലിച്ചെറിയുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ട് എന്നുള്ളതാണ്. 2 റൗണ്ട് എന്തായാലും ഇപ്പോൾ ഇതിനോടകം തന്നെ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 3 മിനിറ്റിലധികം തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം പോലും ഈ ആദ്യഘട്ടത്തിൽ, അല്ലെങ്കിൽ സമരം വന്ന പ്രതിഷേധം വന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് SFIയുടെ ഭാഗത്തും ഉണ്ടാകുന്നത്. വലിയ പ്രതിഷേധങ്ങൾ പ്രവർത്തകരുടെ ഭാഗത്തും ഉണ്ടാകുന്നു. ബാരിക്കേഡിന് മുകളിലൂടെ പോലീസിന് നേരെ കൊടിയും അതുപോലെ തന്നെ മറ്റും അവർ കെട്ടിക്കൊണ്ട വടിയും ഒക്കെ വലിച്ചെറിയുന്ന സാഹചര്യമുണ്ട്. നിരവധി പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തായാലും വലിയ പ്രതിഷേധമാണ് SFIയുടെ ഭാഗത്തുണ്ടാകുന്നത്. ഒരു 1000-ലധികം വരുന്ന വിദ്യാർത്ഥികൾ അണിനിരത്താൻ SFIക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സ്കാർപ്പ് NTA അതുപോലെ തന്നെ നീറ്റിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ വലിയ ബാനറുകളും പ്ലക്കാർഡിലും എഴുതി കൊണ്ടുവന്നുകൊണ്ട്, ഒപ്പം തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, മോദി രാജിവെക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്ലക്കാർഡുകൾ പോലീസിന് നേരെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് പ്രതിഷേധക്കാർ നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. നിരവധിയായ കാര്യങ്ങൾ, അതായത് നിരവധി വിഷയങ്ങൾ പ്രധാനമായി ഉന്നയിക്കണം. അതിനൊപ്പം തന്നെ തൃശ്ശൂരിലും എറണാകുളത്തും കോഴിക്കോടും ഒക്കെ പ്രതിഷേധം അലയടിക്കുകയാണ്. SFIയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ ഡൽഹിയിൽ നടക്കുന്ന CJPയുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാനത്തുടനീളം വിവിധ ജില്ലകളിൽ SFI പ്രതിഷേധിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിലും പ്രതിഷേധമാണ്. ഷഹബാസിലേക്ക് പോകുന്നു. ഷഹബാസ്, തൃശ്ശൂരിലെ പ്രതിഷേധം എങ്ങനെ പുരോഗമിക്കുന്നു? റോഷിനി, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് SFIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. SFI പ്രവർത്തകർ 100 കണക്കിന് വരുന്ന പ്രവർത്തകരാണ് തൃശ്ശൂരിലെ BSNL ഓഫീസിലേക്ക് പ്രകടനമായിക്കൊണ്ട് എത്തിയിരിക്കുന്നത്. ഇപ്പോഴാ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. ഈ മാർച്ച് BSNL ഓഫീസിന് തൊട്ട് മുമ്പിൽ വെച്ചാണ് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നത്. 3 ലെയർ ബാരിക്കേഡാണ്, 3 തട്ട ബാരിക്കേഡാണ് വെച്ച്. ആ ബാരിക്കേഡ് മറിച്ചിടാൻ SFI പ്രവർത്തകർ ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ഇപ്പോഴാ ജലപീരങ്കി അങ്ങനെ ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ പ്രവർത്തകർ ഈ കൊടികളും ഇതിലുണ്ടായിരുന്ന പ്ലക്കാർഡുകളുമൊക്കെ പോലീസ് വാഹനത്തിന് നേരെയും പോലീസുകാർക്കെതിരെയും ഒക്കെ എറിയുന്ന ദൃശ്യങ്ങളടക്കം നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഇപ്പോഴാ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. 100 കണക്കിന് വരുന്ന പ്രവർത്തകരാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ മുന്നൊരുക്കങ്ങൾ പോലീസ് നടത്തിയിരുന്നു. 3 ലെയർ 3 തട്ടായിക്കൊണ്ട് ബാരിക്കേഡ് അടക്കം ഇവിടെ സ്ഥാപിച്ചിരുന്നു. പക്ഷേ ആ ബാരിക്കേഡുകൾ പൂർണ്ണമായും മറിച്ചിടാനുള്ള ശ്രമത്തിലേക്ക് SFI പ്രവർത്തകർ കടക്കുന്നു. തുടർച്ചയായും ആ ബാരിക്കേഡ് പിടിച്ച് മറ്റൊരു ഭാഗത്തേക്ക് മറിച്ചിടാനുള്ള ശ്രമങ്ങൾ നടക്കും. അതിന്റെ ഭാഗമായി പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. നിരവധി പ്രവർത്തകരാണ് ഇത്തരത്തിൽ ഈ ഡൽഹിയിൽ നടക്കുന്ന CJP സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തൃശ്ശൂർ
BSNL ഓഫീസിലേക്ക് മാർച്ചുമായി എത്തിയിരിക്കുന്നത്. തുടർച്ചയായ പ്രക്ഷോഭങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും ആ പ്രതിഷേധം കൂടുതൽ കടുക്കുകയാണ്. കടുത്ത പ്രതിഷേധങ്ങളിലേക്ക്, വലിയ സമരമാർഗങ്ങളിലേക്കൊക്കെ വിദ്യാർത്ഥി സംഘടനകൾ അടക്കം കടക്കുകയാണ്. ജലപീരങ്കി മറ്റു ചില വശങ്ങളിലേക്ക് അടക്കം തെറിച്ചുകൊണ്ടിരിക്കുക. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. പോലീസ് പല വശത്തേക്ക് പ്രയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ജലപീരങ്കി വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാതെ പോലീസുകാർക്ക് നേരെയും മാധ്യമപ്രവർത്തകർക്ക് നേരെയും ഒക്കെ അദ്ദേഹത്തേക്കൊക്കെ നോക്കി തെറിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകർ ഇപ്പോഴും അടങ്ങിയിട്ടില്ല. പ്രവർത്തകർ ഇപ്പോഴും ആ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് വാഹനത്തിലെ ജലപീരങ്കി മറ്റ് ചില ഭാഗങ്ങളിലേക്ക് കൂടി തെറിച്ചുകൊണ്ട് അത് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല വശത്തേക്കായ എന്തായാലും വലിയ പ്രതിഷേധമാണ് SFIയുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ BSNL ഓഫീസിലേക്കാണ് SFI പ്രവർത്തകർ, നൂറുകണക്കിന് വരുന്ന പ്രവർത്തകർ മാർച്ചുമായി എത്തിയിരിക്കുന്നത്. BSNL ഓഫീസിന് തൊട്ട് മുന്നിൽ വെച്ചാണ് പോലീസ് 3 തട്ട് ബാരിക്കേഡ് വെച്ചുകൊണ്ട് ഈ വലിയൊരു പ്രതിഷേധത്തെ തടഞ്ഞിരിക്കുന്നത്. ഈ പ്രവർത്തകർ എത്തിക്കൊണ്ട് ബാരിക്കേഡ് പിടിച്ച് കുലുക്കി അത് മറിച്ചിടാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പിന്നാലെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹം തന്നെ ഇവിടെ ഉണ്ട്. പക്ഷേ ഈ ജലപീരങ്കി വാഹനം കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യം ഇപ്പോൾ ഇവിടെയുണ്ട്. ഈ ജലപീരങ്കി പല ഭാഗത്തേക്കായി മാറിപ്പോകുന്നു. അങ്ങനെ പോലീസുകാരുടെയും അവിടെ നിന്ന് മാധ്യമപ്രവർത്തകരുടെയും ദേഹത്തേക്ക് അടക്കം വെള്ളം തെറിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും വീണ്ടും പ്രവർത്തകർ കൂടുതൽ ബാരിക്കേഡ് പിടിച്ച് കുലുക്കിക്കൊണ്ട് മറിച്ചിടാനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുകയാണ്. നിരവധി പ്രവർത്തകരാണ് വലിയൊരു പ്രതിഷേധവുമായിക്കൊണ്ട് BSNL ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. ദില്ലിയിൽ നടക്കുന്ന CJP സമരത്തിന് പൂർണ്ണമായ ഒരു ഐക്യദാർഢ്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ SFIയുടെ ഭാഗത്ത് നടക്കം കണ്ടിരുന്നു. വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും വലിയ മാർച്ചുകളും ഒക്കെ കണ്ടിരുന്നു. അതിന്റെ ഭാഗമായി മാർച്ചുമായി എത്തിയിരിക്കുകയാണ്. അപ്പോൾ പോലീസിന് നേരെ പ്രവർത്തകർ ഈ കൊടി കെട്ടിയ വടികളും പൈപ്പുകളും ഒക്കെ എറിയുന്ന കാഴ്ചകളുമുണ്ട്. ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന് ഉറച്ചു തന്നെയാണ് SFI പ്രവർത്തകർ BSNL ഓഫീസിലേക്ക് മാർച്ചുമായി എത്തിയിരിക്കുന്നത്. തുടർച്ചയായിക്കൊണ്ട് ജലപീരങ്കി പ്രയോഗം നടക്കുന്നുണ്ട്. അപ്പോഴൊക്കെയും പിന്നോട്ടില്ല എന്ന് ഉറച്ചുകൊണ്ട് തുടർച്ചയായി ബാരിക്കേഡ് പിടിച്ചു കുലുക്കുന്നതിൽ നിന്ന് ഈ പ്രവർത്തകർ പിന്നോട്ട് പോയിട്ടില്ല. ഇപ്പോഴും പോലീസിന് നേരെ വാക്കേറ്റം ഉണ്ടാകുന്നുണ്ട്. കൊടികൾ അടക്കം പോലീസിന് നേരെ വലിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ വലിയൊരു പ്രതിഷേധമാണ് SFIയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. വലിയ സന്നാഹം പോലീസ് നേരത്തെ തന്നെ ഇവിടെ ഒരുക്കിയിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ അതിനെയൊക്കെ മറികടക്കാനുള്ള ശ്രമങ്ങൾ SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ആദ്യഘട്ടം ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. പക്ഷേ പ്രവർത്തകർ അപ്പോഴും പിന്മാറാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ആ ബാരിക്കേഡിന് മുകളിലേക്ക് പ്രവർത്തകർ കയറുന്ന കാഴ്ചയാണ്. കയ്യിലുള്ള കൊടിയും ആ വടിയും പ്ലക്കാർഡുകളും ഒക്കെ പോലീസിന് നേരെ വലിച്ചെറിയുന്ന കാഴ്ചകളടക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യഘട്ട ജലപീരങ്കി പ്രയോഗിച്ച ശേഷവും ആ പ്രവർത്തകർ പിന്മാറാൻ തയ്യാറായിട്ടില്ല. ഒരു വിഭാഗം പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ കയറിയാണ് പ്രവർത്തകർ ഇരിക്കുന്നത്. വലിയ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. 3 തട്ടുകളായിക്കൊണ്ട് ബാരിക്കേഡ് അടക്കം ഇവിടെ സജ്ജീകരിച്ചിരുന്നു. BSNL ഓഫീസിന്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് ഈ മാർച്ച് തടയാനുള്ള എല്ലാവിധ പ്രതിരോധ സംവിധാനങ്ങളും പോലീസ് ഒരുക്കിയിരുന്നത്. ഇപ്പോൾ ജലപീരങ്കി വാഹനം ലക്ഷ്യമാക്കിക്കൊണ്ട് തുടർച്ചയായി കൊടി കെട്ടിയ പൈപ്പുകൾ എറിയുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് കൊണ്ടിരിക്കുന്നത്. ദില്ലിയിൽ നടക്കുന്ന CJP പ്രക്ഷോഭത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും പിന്തുണയും അറിയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ SFI പ്രവർത്തകർ സംസ്ഥാനത്തുടനീളം വലിയ പ്രതിഷേധങ്ങളിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കും ഒക്കെ പോകുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് തന്നെ ഉറച്ച് വലിയ പ്രതിഷേധങ്ങളിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കും കടക്കുകയാണ്. ഇപ്പോൾ രണ്ടാം തവണ ജലപീരങ്കി പോലീസ് പ്രയോഗിക്കുകയാണ്. ആദ്യ തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ പ്രവർത്തകർ അതുകൊണ്ട് അടങ്ങിയില്ല. ഈ ബാരിക്കേഡിന് മുകളിൽ അടക്കം കയറിക്കൊണ്ട് പ്രതിഷേധിക്കുന്നു. പോലീസിന് നേരെ ഈ കൊടി കെട്ടിയ വടികളും പൈപ്പുകളും ഒക്കെ എറിയുന്നു. ഇപ്പോൾ രണ്ടാം തവണയും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. BSNL ഓഫീസിന്റെ ഗേറ്റിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് പോലീസ് ഈ മാർച്ചിനെ പ്രതിരോധിക്കാനുള്ള ബാരിക്കേഡ് സംവിധാനം ഒരുക്കിയിരുന്നത്. നൂറുകണക്കിന് പ്രവർത്തകർ ആണ് SFIയുടെ ഭാഗത്ത് നിന്ന് ഈ BSNL ഓഫീസിലേക്ക് മാർച്ചുമായി എത്തിയത്. ആദ്യ തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ പ്രവർത്തകർ പിന്മാറാൻ തയ്യാറായില്ല. വീണ്ടും ബാരിക്കേഡ് മറിച്ചിടുന്ന ശ്രമങ്ങളിലേക്ക് അടക്കം പോയി. പിന്നീട് ബാരിക്കേഡിന് മുകളിൽ കയറി മറികടക്കാത്ത ശ്രമങ്ങൾ നടത്തിയപ്പോഴാണ് രണ്ടാം തവണയും ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി പ്രവർത്തകരായതുകൊണ്ട് തന്നെ ആ പോലീസിന് അവരെ നിയന്ത്രിക്കാൻ നല്ല പണിപ്പെടുമെന്ന് ഉറപ്പാണ്. കാരണം അത്രത്തോളം വലിയ പ്രവർത്തകരുണ്ട്. കയ്യിലുണ്ടായിരുന്ന കൊടിയും വടിയും ഒക്കെ ഈ പോലീസ് വലിച്ചെറിയുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിലും വലിയ പ്രതിഷേധം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാ പോലീസ് നേരിട്ട് ഇടപെട്ട് ആ പ്രവർത്തകർക്ക് അരികിലേക്ക് നീങ്ങാനുള്ള ശ്രമമാണ് എന്നാണ് മനസ്സിലാകുന്നത്. ജലപീരങ്കി വാഹനം പൂർണ്ണമായും നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ ബാരിക്കേഡ് പ്രവർത്തകർ മറിച്ചിടാനുള്ള ശ്രമം തുടരുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് വരച്ചുകൊണ്ട് ആ ബാരിക്കേഡ് പൂർണ്ണമായും മറിച്ചിടാതിരിക്കാൻ അവർ പിടിക്കുന്നുണ്ട്. അതായത് വലിയ പ്രതിഷേധമാണ് SFIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പോലീസ് മുന്നൊരുക്കങ്ങൾ, വലിയ സന്നാഹങ്ങളൊക്കെ നേരത്തെ തന്നെ BSNL ഓഫീസിന്റെ ഈ ഗേറ്റിനോട് ചേർന്ന്
അതിനുള്ള ശ്രമങ്ങളാണ് SFI പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിന്മാറാൻ തയ്യാറാകുന്നില്ല. ഇപ്പോഴും വലിയ തരത്തിലുള്ള പ്രതിഷേധം, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ, CJP സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്ലക്കാർഡുകളൊക്കെയായി ഇപ്പോഴും ആ സമരം വലിയ രീതിയിൽ പുരോഗമിക്കുകയാണ്. തുടർച്ചയായ സമരങ്ങൾ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും നടത്തുന്നുണ്ട്. SFIയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ മാർച്ചുകളും വലിയ പ്രതിഷേധങ്ങളും ഒക്കെ നടത്തിയിരുന്നു. അതിന് തുടർച്ചയായി ഇപ്പോൾ BSNL ഓഫീസിലേക്കാണ് 100 കണക്കിന് വരുന്ന തൃശ്ശൂർ ജില്ലയിലെ പ്രവർത്തകർ ഒന്നാകെ ഇരച്ചെത്തിയിരിക്കുന്നത്. ഇപ്പോഴാ 3ാം തവണയും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. ആദ്യ 2 പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഇപ്പോഴും ഈ പോലീസ് വാഹനത്തിന് നേരെ, ജലപീരങ്കി വാഹനത്തിന് നേരെ പോലീസുകാർ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. വിവിധയിടങ്ങളിൽ SFI പ്രതിഷേധത്തിലാണ്. കോഴിക്കോടും ജലപീരങ്കി പ്രയോഗം. വിദ്യാർത്ഥികൾക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നു. സിനോദ് തോമസ് ചേരുന്നുണ്ട്. സിനോദ്, കോഴിക്കോട്ടെ പ്രതിഷേധവും ശക്തമാണ്. റോഷ്നയെ തീർച്ചയായിട്ടും വലിയ ശക്തിയേറെ പ്രതിഷേധമാണ് SFI ഉയർത്തുന്ന ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. 3500-ലധികം വിദ്യാർത്ഥികളാണ് ഇവിടേക്ക് ഇൻകം ടാക്സ് ഓഫീസിലേക്ക് പ്രകടനമായി എത്തിയത്. ഏകദേശം 1 മണിക്കൂർ നേരം കോഴിക്കോട് നഗരത്തിലൂടെ പ്രകടനം നടത്തിയാണ് ഇത്രയധികം വിദ്യാർത്ഥികൾ ഇൻകം ടാക്സ് ഓഫീസ് പരിസരത്തേക്ക് എത്തിയത്. വിദ്യാർത്ഥികളെ പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു. പക്ഷേ ആ ബാരിക്കേഡ് മറിച്ചിടാൻ വിദ്യാർത്ഥികൾ ശ്രമിച്ചു. അങ്ങനെയാണ് പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. പക്ഷേ വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോകുന്നില്ല. ഏകദേശം 3500-ഓളം വിദ്യാർത്ഥികൾ ഈ സമരത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച ഈ പ്രതിഷേധ മാർച്ച് നഗരം ചുറ്റി KSRTC ഓഫീസ് ബസ് സ്റ്റാൻഡ് വഴിയാണ് ഇപ്പോൾ ഇൻകം ടാക്സ് ഓഫീസിന് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത്. പോലീസ് ആദ്യ റൗണ്ട് ജലപീരങ്കി പ്രയോഗിക്കുന്നു. പക്ഷേ വിദ്യാർത്ഥികളൊന്നും തന്നെ പിരിഞ്ഞു പോകുന്നില്ല. വലിയ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ ഇൻകം ടാക്സ് ഓഫീസ് പരിസരത്ത് തുടരുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഒപ്പം തന്നെ SFIയുടെ അവകാശ പത്രിക അംഗീകരിക്കുക. 2 ആവശ്യങ്ങളാണ് SFI മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോഴിക്കോട് ജില്ലയിൽ നിന്ന് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ SFIയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓരോ ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ നിന്നുമാണ് വിദ്യാർത്ഥികൾ പ്രത്യേകം ബാനറുകളുമായി ഇൻകം ടാക്സ് ഓഫീസിലേക്ക് പ്രകടനം നടത്തിയിരിക്കുന്നത്. പോലീസ് നിർത്താതെ ജലപീരങ്കി പ്രയോഗിക്കുന്നു. പക്ഷേ വിദ്യാർത്ഥികൾ അതിശക്തമായി പുരോഗമിക്കുകയാണ്. TV പ്രസാദ് ചേരുന്നു. പ്രസാദ്, അവിടുത്തെ കാഴ്ചകൾ എന്താണ്, വിവരങ്ങൾ? ലോക് ഭവനിലേക്ക് മാർച്ച് സംഘർഷത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ്. 2 ജലപീരങ്കികളിൽ നിന്നായി തുടർച്ചയായി ജലപീരങ്കി വെള്ളം ചീറ്റുകയാണ് വിദ്യാർത്ഥികൾക്ക് നേരെ. SFIയുടെ സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ് എന്നിവരുടെ നേതൃത്വത്തിലാണ് 100 കണക്കിന് വിദ്യാർത്ഥികൾ അണിനിരുന്നുകൊണ്ടുള്ള പടുകൂറ്റൻ പ്രകടനം അല്പസമയം മുമ്പ് ഇവിടെ എത്തിയത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ബാരിക്കേഡുകൾ തള്ളിമാറ്റാനുള്ള ശ്രമമുണ്ടായത്. ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ 2 വരുണിൽ നിന്നായി തുടർച്ചയായി വിദ്യാർത്ഥികൾക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ഇപ്പോഴും മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ ബാരിക്കേഡിനടുത്തേക്ക് നിൽക്കുന്നു. ബാരിക്കേഡ് എടുത്തു മാറ്റാനുള്ള ശ്രമമാണ് ഇവിടെ പുരോഗമിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ബാരിക്കേഡിന്റെ അടിഭാഗം എടുത്തുയർത്താനുള്ള ശ്രമമാണ് വിദ്യാർത്ഥികൾ നടത്തുന്നത്. അതിശക്തമായ പ്രതിഷേധം. അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് സാധാരണ സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കളക്ടറേറ്റുകളിലേക്കുമാണ് മാർച്ചെങ്കിൽ ഇത്തവണ ഡൽഹി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക് ഭവനിലേക്കാണ് വിദ്യാർത്ഥികൾ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു പോയതിന് പിന്നാലെയാണ് കുട്ടികൾ മുദ്രാവാക്യം വിളികളുമായി ബാരിക്കേഡിനടുത്തേക്ക് നീങ്ങുകയും ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമം നടത്തുകയും ചെയ്ത് ഇപ്പോഴും ബാരിക്കേഡ് വലിച്ചു നീക്കാനുള്ള ശ്രമം വിദ്യാർത്ഥികൾ നടത്തുകയാണ്. അതിനിടയിലാണ് 2 ജലപീരങ്കികളിൽ നിന്നായി വിദ്യാർത്ഥികൾക്ക് നേരെ തുടർച്ചയായി വെള്ളമടിച്ചു തുടങ്ങിയത്. പോലീസും പ്രവർത്തകരും ഇപ്പോൾ 2 ഭാഗങ്ങളിലായാണ്. നടുവിൽ ബാരിക്കേഡുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടുന്ന് 100 മീറ്റർ മാറിയാണ് ലോക് ഭവൻ. ഇവിടെയാണ് മാർച്ച് തുടങ്ങിയത്. ആ കൊടികെട്ടിയ വടിയെടുത്ത് ആ ജലപീരങ്കിക്ക് നേരെ എറിയുന്നത് നമുക്കിവിടെ നിന്ന് കാണാം. ബാരിക്കേഡ് പൂർണ്ണമായും തള്ളിമാറ്റാനുള്ള ശ്രമം വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് നടക്കുന്നു.